ദേവൻ അവളെ എത്ര വിളിച്ചിട്ടും അവൾ കണ്ണു തുറന്നില്ല. എന്താ പറ്റിയത്? അവൻ ഗായത്രിയെ നോക്കി ചോദിച്ചു. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ചുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൾ തലകറങ്ങി വീണത്. വിളിച്ചിട്ടും എണീറ്റില്ല. അതാ നിന്നെ വന്ന് വിളിച്ചത്. മോനെ എന്താ പറ്റിയത്? ദേവന്റെ അച്ഛൻ വ്യാകുലതയോടെ ചോദിച്ചു. അച്ഛാ, ഇവളുടെ പൾസെല്ലാം നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് ബോധം പോയതാ, എന്താന്ന് മനസ്സിലാവുന്നില്ല. മോനെ ദേവ, ഇനി ഒന്നും ആലോചിക്കണ്ട. നീ മോളെ എടുക്കുക, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇത്രയും ദിവസം ഒരുപാട് ചോദ്യങ്ങളിലും ടെൻഷനും ഒക്കെ ആയിട്ട് നടന്നതല്ലേ, ചിലപ്പോൾ അതിൻ്റെ ക്ഷീണം കാണാം. നീ വേഗം മോളെ എടുക്ക്. ചിലപ്പോൾ ഒരു ട്രിപ്പ് ഇട്ടാൽ എല്ലാം ഓക്കെ ആകും. അയ്യോ, ട്രിപ്പൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പവും ഇല്ല. ശബ്ദം കേട്ട് എല്ലാവരും നോക്കിയതും എല്ലാവരെയും നോക്കി അവളൊന്ന് ചിരിച്ചു കൊടുത്തു. മോളെ, നിനക്ക് എന്തു പറ്റി? കുഴപ്പമൊന്നും ഇല്ലല്ലോ? ദേവിക ചോദിച്ചു. ഇല്ല അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നീ തലകറങ്ങി വീണതെന്താ? ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ദേവ് നല്ല കലിപ്പിലാണെന്ന്. അത് ദേവേട്ട, ഞാൻ അവൻ്റെ മുഖം കണ്ടതും അവൾ നിന്ന് വിൽക്കാൻ തുടങ്ങി. അത് ഏട്ടത്തി ദേവേട്ടനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ, ഹരി പറഞ്ഞു. പേടിപ്പിക്കാനോ? നീ എന്താ ഹരി പറയുന്നത്? എടാ ദുഷ്ട, ചുമ്മാ ഒന്ന് തലകറങ്ങി വീണാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ പറ്റിച്ചില്ലേ? അവൾ അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, അപ്പൊ രണ്ടും കൂടി മറ്റുള്ളവരെ പേടിപ്പിക്കാൻ ചെയ്തതാണല്ലേ? അതും പറഞ്ഞ ഗായത്രി രണ്ടിൻ്റെയും ചെവിക്ക് പിടിച്ചു. അയ്യോ അമ്മ, വീട്ടിൽ വേദനിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇവനോട് വേണ്ടാന്ന്, പിന്നെ അവൻ നിർബന്ധിച്ചപ്പോൾ ഞാനും കൂട്ടി നിന്നതാ. ചെവി വേദനിക്കുന്നമ്മേ. പിന്നെ രണ്ടും ഉള്ള കുട്ടികളല്ലേ, പോത്ത് പോലെ വളർന്നു, എന്നിട്ടും ചെറിയ കുട്ടിയാണെന്ന വിചാരം. ബാക്കിയുള്ളവർ എന്തുമാത്രം പേടിച്ചെന്നറിയാവോ? ദേവി പറയുന്നത് കേട്ട് അവളൊന്ന് ഇളിച്ചു കാണിച്ചു. ദേവേട്ട, ഞാൻ ഒരു തമാശയ്ക്ക്, അവൾ പറഞ്ഞു തീരും മുന്നേ അവൻ മുകളിലേക്ക് പോയി. ഏട്ടത്തി, ഏട്ടൻ നല്ല കലിപ്പിലാണല്ലോ, ഇനി എന്തു ചെയ്യും? ഏട്ടത്തി എങ്ങനെയെങ്കിലും ആ പോയ മുതലിനെ ഒന്ന് മെരുക്കാൻ നോക്ക്. ഡാ തെണ്ടി, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ കാലു മാറുന്നോടാ. മര്യാദക്ക് എനിക്ക് ഒരു വഴി പറഞ്ഞു തന്നോ? സോറി ഏട്ടത്തി, വേറെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ആ പോയ മുതലിന്റെ മുന്നിലേക്ക് ഇപ്പൊ പോയാൽ എന്നെ ചുമലിൽ നിന്ന് വലിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് ഏട്ടത്തി തന്നെ മാനേജ് ചെയ്യും. അതും പറഞ്ഞ് അവൻ ഒറ്റ ഓട്ടം ഓടി. അവൾ ബാക്കിയുള്ളവരെ ദയനീയമായി നോക്കി. പക്ഷെ അവരെല്ലാം ഈ നാട്ടുകാരെയല്ലെന്ന ഭാവത്തിൽ മുകളിലേക്ക് നോക്കി നിന്നു. അമ്മേ. ഇല്ല മോളെ, ഞങ്ങളെ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. എൻ്റെ പൊന്നുമോള് ചെന്ന് അവൻ്റെ ദേഷ്യം മാറ്റാൻ നോക്ക്. ദേവി അത് പറഞ്ഞതും അവൾ എല്ലാവരെയും ഒന്ന് നോക്കിയതും എല്ലാവരും ഒന്ന് ചിരിച്ചു കാണിച്ച് അകത്തേക്ക് പോയി. ചോ, ഇനി എന്ത് ചെയ്യും? ദേവിട്ടനാണെങ്കിൽ നല്ല കലിപ്പിലാണ് പോയത്. ഇനി എന്ത് പറഞ്ഞാൽ ആ ദേഷ്യം ഒന്ന് മാറ്റും? ആ, എന്തെങ്കിലും ആട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. അതും പറഞ്ഞ് അവൾ മുറിയിലേക്ക് നടന്നു. മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ടത് കട്ടിൽ മുഖത്ത് കൈയും വെച്ച് കിടക്കുന്ന ദേവേട്ടനെയാണ്. അവൾ പതിയെ അവൻ്റെ അടുത്ത് ചെന്നിരുന്നു. അവൾ പതിയെ അവൻ്റെ തലയിൽ തലോടി. പക്ഷെ അവൻ അനങ്ങാതെ കിടന്നു. ദേവേട്ട, സോറി, ഞാൻ ഹരി പറഞ്ഞപ്പോൾ ഒരു തമാശയ്ക്ക് ചെയ്തതാ, അല്ലാതെ ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയല്ല. ദേവേട്ട സോറി, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല ദേവേട്ട. പ്ലീസ്, എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ ദേവേട്ട, പ്ലീസ്. അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ അനങ്ങാതെ കിടന്നു. അവൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടാതെ അവൾ കണ്ണു തുടച്ച് മുറിയിൽ നിന്ന് പോയി. ഹരിയേട്ട, കളി കാര്യമായും തോന്നുന്നു. ദേവേട്ടനോട് സംസാരിക്കാൻ പോയി എടുത്തി കരഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. ദേവേട്ടൻ വഴക്കു പറഞ്ഞെന്ന് തോന്നുന്നു. ഞാനൊരു തമാശയ്ക്ക് ചെയ്തതാ, എടുത്തി വേണ്ടെന്ന് പറഞ്ഞതാ. പക്ഷേ ഞാനാണ് നിർബന്ധിച്ചത്, വേണ്ടായിരുന്നു. ഷോ, ഇനി എന്ത് ചെയ്യും? ഹരി തലക്കിട്ടൊരു കൊട്ടു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആ, ഹരിയേട്ടൻ വെറുതെ ടെൻഷൻ ആവണ്ട, നമുക്ക് നോക്കാം. ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞ് ദേവേട്ടന് ദേഷ്യമൊക്കെ മാറും. പാവം ഏട്ടത്തി, നല്ലൊരു ദിവസമായിട്ട് ഞാൻ കാരണം കരഞ്ഞു. ഹരിയേട്ട, അതൊന്നും ഇനി ആലോചിക്കണ്ട, എല്ലാം ശരിയാകും. വിച്ചു അത് പറഞ്ഞപ്പോൾ ഹരിയും അത് ശരിവെച്ചു. ദേവി, ചക്കിമോൾ എവിടെ? അവള് ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചത് വിശ്വേട്ട, അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു, വിശപ്പില്ലെന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞത്? നീ എല്ലാം എടുത്തു വെക്ക, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. വേണ്ട വിശ്വേട്ട, വിളിച്ചിട്ട് കാര്യമില്ല, അവൾ വരില്ല. ഞാൻ കുറെ പറഞ്ഞു നോക്കിയതാ, എന്ത് പറഞ്ഞിട്ടും അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞിരിക്കാം. അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഓ, ഈ പെണ്ണിന്റെ ഒരു വാശി. വാശിയെക്കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളും ആ കാര്യത്തിലൊട്ടും പുറകിലല്ലോ. പിന്നെ അവളെ പറഞ്ഞിട്ട് എന്തിനാ? നിങ്ങളുടെ അല്ലേ മോള്. പിന്നെ ഈ ഇരിക്കുന്ന വെട്ടുപോത്തിന്റെ കൂടെയല്ലേ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ അവളും ഒട്ടും മോശം വരില്ലല്ലോ. എന്തായാലും നിങ്ങൾ ഇനി കഴിക്കാൻ നോക്ക്, അവൾ എന്തായാലും വരില്ല. ദേവനെ നോക്കി അത് പറഞ്ഞ് ദേവകത്തേക്ക് പോയി. അടക്കി പിടിച്ചുള്ള ചിരി കേട്ട് ദേവൻ നോക്കിയപ്പോൾ കണ്ടത് അവൻ്റെ മുന്നിലിരുന്ന് കഴിക്കുന്ന ഹരിയാണ്. ഹരിയെ കണ്ട് അവനൊന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് അവൻ എഴുന്നേറ്റു. ഇനി രണ്ടും പട്ടിണിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ചക്കിക്കൊത്ത ചങ്കാരനാണ്, അപ്പൊ പിന്നെ അങ്ങനെയല്ലേ വരൂ. അതും പറഞ്ഞ് ഹരി വിശ്വനെ നോക്കി. ഡാടാ മതിയടാ, കുറച്ച് മയത്തിലൊക്കെ മതി. എല്ലാം ഒപ്പിച്ച് വെച്ച് എൻ്റെ മോളെയും പട്ടിണി കിട്ടിട്ട് നീ ഇപ്പോൾ അവർക്കിട്ട് ട്രോളുന്നോ?
ആഹാ, ഇപ്പൊ എനിക്കായി കുറ്റം. ഞാൻ ഏട്ടത്തിയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ പട്ടിണി കിടക്കാൻ കാരണം ഇപ്പൊ ഇവിടെ നിന്ന് ചവിട്ടിത്തുള്ളി മുകളിലേക്ക് പോയ മുതലാ. ഏട്ടത്തെ കോംപ്രമൈസിന് ചെന്നപ്പോൾ ഏട്ടൻ വഴക്കു പറഞ്ഞെന്ന് തോന്നുന്നു. ഏട്ടത്തെ കരഞ്ഞിട്ട് വരുന്നത് ഹരിത കണ്ടതാ, അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല. ഓ, ഇപ്പൊ അങ്ങനെയായോ? ദേവൻ അവൾ വഴക്കു പറയാൻ ആരാ കാരണം? അത് മോൻ മറന്നോ? അമ്മാവാ, പറ്റിപ്പോയി. ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി അത് എങ്ങനെ സോൾവ് ആക്കുമെന്ന് പറ, ഹരി വിഷുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് നമ്മളൊന്നും ചെയ്യണ്ട, അവരുടെ പ്രശ്നം അത് അവർ തന്നെ പറഞ്ഞു തീർത്തോളൂ. നീ ഇരുന്ന് കഴിക്കാൻ നോക്ക്. അല്ല, ദേവൻ എവിടെ? അത് വല്യമ്മേ, ഭാര്യ പട്ടിണി കിടക്കുമോ എന്ന് അറിഞ്ഞപ്പോൾ ഏട്ടനും പട്ടിണി കിടക്കാൻ തീരുമാനിച്ചു. ഹരി ഗായത്രിയെ നോക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഡാ ഹരി, നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കും. വെറുതെ നല്ലൊരു ദിവസമായിട്ട് നമ്മൾ തമ്മിൽ പിണക്കിയിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കുന്ന കണ്ടില്ലേ? നിന്നെ കൊണ്ട് മാത്രമേ ഇതിന് കഴിയൂ. താങ്ക്സ് വല്യമ്മേ. എൻ്റെ കഴിവ് വല്യമ്മ എങ്കിലും അംഗീകരിച്ചല്ലോ. ഈ ഉള്ളവന് സന്തോഷായി. വിശ്വേട്ടാ, ഇനി എന്ത് ചെയ്യും? രണ്ടും വാശിക്കും ഒട്ടും പുറകിലല്ല. ഇനി എന്ത് ചെയ്യും? എൻ്റെ ഗായു, നീ ഇങ്ങനെ വിഷമിക്കണ്ട. നിനക്ക് രണ്ടിനെയും അറിയാലോ. കുറച്ച് കഴിയുമ്പോൾ രണ്ടും കൂടി അടയും ചക്കരയും പോലെ വരും. അപ്പോൾ നമ്മൾ ശശി. അതുകൊണ്ട് നീ വെറുതെ ടെൻഷൻ ആവാതെ എന്തെല്ലാം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ദേവ മുറിയിലേക്ക് ചെന്നപ്പോൾ കട്ടിൽ കിടക്കുന്ന ചക്കിയെ കണ്ടു. അവൻ ഡോർ ലോക്ക് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്ത് ചെന്ന് കിടന്നു. അവൻ വന്നു കിടന്നറിഞ്ഞിട്ടും അവൾ മിണ്ടാതെ കണ്ണടച്ചു കിടന്നു. താൻ വന്നു കിടന്നിട്ടും അവളുടെ അനക്കമൊന്നും കാണാഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കി. അവൾ എപ്പോഴും പുറത്തേക്ക് തിരിഞ്ഞ് കിടക്കുന്നത് കണ്ടു. അപ്പോഴത്തെ ദേഷ്യത്തിലാണ് അവൾ വന്ന് സോറി പറഞ്ഞിട്ട് മിണ്ടാതെ ഇരുന്നത്. രാത്രി എല്ലാം സോൾവ് ആക്കാമെന്ന് കരുതിയത്. പക്ഷെ പെണ്ണ് നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിക്കാനും വന്നില്ല. ഇപ്പോൾ ദേ മിണ്ടാട്ടവുമില്ല. ഇനിയിപ്പോൾ വേറെ വഴിയില്ല, അങ്ങോട്ട് കയറി പ്രശ്നം പരിഹരിക്കണം. ഇല്ലെങ്കിൽ ഇവൾ മൗനവ്രതവും നിരാഹാരവും തുടങ്ങും. ദേവൻ പതിയെ അവൾക്കരികിലേക്ക് നീങ്ങിക്കടന്നു. അവൻ്റെ ഇടത് കൈ അവളുടെ വയറിലൂടെ കെട്ടിപ്പിടിച്ചു. പക്ഷെ അവൾ അനങ്ങാതെ തന്നെ കിടന്നു. അവൻ ഒന്നും കൂടി അവളുടെ പിടുത്തം മുറുക്കി അവളെ അവനിലേക്ക് ചേർത്ത് കിടത്തി. പക്ഷെ അപ്പോഴും അവൾ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അവൻ അവളെ തിരിച്ചു കിടത്തി. അപ്പോഴാണ് പെണ്ണ് കരയുവാണെന്ന് മനസ്സിലായത്. അവൻ അവൾക്ക് ഇരുവശവും കൈകൂത്തി അവളുടെ മുകളിലായി കിടന്നു. അവൻ്റെ നോട്ടം നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകളിലേക്കായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിക്കും തോറും അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. അവളുടെ കണ്ണുനീരിനെ അവൻ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖത്ത് ഓടി നടന്നു. തൻ്റെ ഇണയെ കിട്ടിയ സന്തോഷത്തിൽ അവൻ്റെ ചുണ്ടുകളോടെ ചുണ്ടുകളെ സ്വന്തമാക്കി. അവൻ അവളുടെ ചുണ്ടുകളെ ആസ്വദിച്ച് നുണയാൻ തുടങ്ങി. അവളുടെ കൈകൾ അവൻ്റെ പുറത്തും മെടിയിലും പിടുത്തമിട്ടു. ശ്വാസം എടുക്കാൻ പറ്റാതായപ്പോൾ അവൻ ചുണ്ടുകളെ മോചിപ്പിച്ചു. പക്ഷെ വീണ്ടും അവൻ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ നുണയാൻ തുടങ്ങി. ചുണ്ടുകളെ വേർപെടാത്താതെ തന്നെ അവർക്ക് തടസ്സമായതെല്ലാം അഴിച്ചു മാറ്റി അവൻ കൂടുതൽ ആവേശത്തോടെ അവളിൽ ആഴ്ന്നിറങ്ങി. അവളിൽ നിന്ന് ഉയർന്ന ശീൽക്കാര ശബ്ദങ്ങൾ അവനിൽ കൂടുതൽ ആവേശമുണർത്തി. ഒരു മഴയായി അവൻ അവളിൽ പെയ്തിറങ്ങി. രാത്രിയുടെ ഏതോ യാമത്തിൽ അവൻ അവളിൽ നിന്ന് അടർന്നു മാറി അവളെ തൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. ദേവേട്ട. എന്താ ചക്കി? ദേവേട്ട, സോറി. അവൾ പറഞ്ഞു തീരും മുന്നേ അവൻ്റെ ചുണ്ടുവിരൽ അവളുടെ തടഞ്ഞു. അത് കഴിഞ്ഞില്ലേ? ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ നിന്നോട് മിണ്ടാതെ ഇരുന്നതാ. അതിനിങ്ങനെ പട്ടിണി കിടക്കണമായിരുന്നോ? നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് സഹിക്കില്ലെന്ന് അറിയാലോ. അപ്പോൾ നീ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. അതുകൊണ്ടാ നീ വന്ന് സോറി പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ ഇരുന്നേ. ഇനി മേനിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്, കേട്ടല്ലോ? ദേവേട്ടൻ ഭക്ഷണം കഴിച്ചോ? ഇല്ല, നീ കഴിക്കാൻ വന്നില്ലേ എന്ന് അമ്മായി പറഞ്ഞപ്പോൾ ഞാനും കഴിക്കാതെ എണീറ്റ് പോന്നു. അയ്യോ, അപ്പോൾ ദേവേട്ടനൊന്നും കഴിച്ചില്ലേ? ദേവേട്ടൻ വാ, ഞാൻ ഭക്ഷണം എടുത്തു തരാം. അതും പറഞ്ഞ് എഴുന്നേൽക്കാൻ പോയ അവളെ അവൻ വീണ്ടും വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. നീ ഇത് എങ്ങോട്ടാ ഓടുന്നത്? ദേവേട്ട, കളിക്കാതെ വാ, ഞാൻ ഭക്ഷണം എടുത്തു തരാം. ദേവേട്ടന് വിശക്കും. എനിക്ക് നേരത്തെ വിശന്നിരുന്നു, പക്ഷെ ഇപ്പോൾ ആ വിശപ്പൊക്കെ പോയി. അവൻ വശ്യമായ ചിരിയോടെ പറഞ്ഞു. നാണമില്ലാത്ത മനുഷ്യൻ, എഴുന്നേറ്റ് വരാൻ നോക്ക്. ചക്കി, എനിക്ക് ഭക്ഷണം വേണ്ട. എൻ്റെ വിശപ്പ് മാറാൻ എനിക്ക് നിന്നെ തന്നാ മതി. അവൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും അവളുടെ മുഖം നാണത്താൽ തൊടുത്തു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി വീണ്ടും ആവേശത്തോടെ അവൻ അവളിൽ അമർന്നു. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. അവൾ എനിക്കുള്ളതാ. അങ്ങനെ ഒരുത്തനും അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കിയിരിക്കും. അതിനെന്ത് തടസ്സം വന്നാലും ആര് തടസ്സം നിന്നാലും ശരി, അവളെ എനിക്ക് വേണം. എടാ, അതിനി എങ്ങനെ? അവളുടെ കല്യാണം കഴിഞ്ഞു. അവളാണെങ്കിൽ അവനുമായി ഇപ്പോൾ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. പിന്നെ എങ്ങനെ? എത്ര സന്തോഷമായാലും ശരി, അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഞാൻ ഇല്ലാതാക്കും. അവളെ എനിക്ക് വേണം. അവൻ അതും പറഞ്ഞ് അടുത്തുള്ള മുറിയിൽ കയറി വാതിലടച്ചു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.